ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ, കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നമ്മൾ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആരായിരിക്കും അത് സ്ക്രൂട്ടിനി ചെയ്യുന്നില്ല, ആരെങ്കിലും ചെക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും, അതേപോലെ പല ഇൻസ്പെക്ഷൻസിനും വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഒരു ഡ്യൂട്ടി ഡെലിഗേഷൻ്റെ ഒരു സർക്കുലറാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഇവരൊക്കെയാണ് കൂടുതലും ചെക്ക് ചെയ്യാൻ വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഇൻസ്പെക്ഷൻസിന് വേണ്ടി അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ജനറേറ്റേഴ്സിൻ്റെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ 63 kV താഴെയുള്ളതിനൊക്കെയാണ് കൂടുതൽ അവർ വരാറുള്ളത്. പിന്നെ നിയോൺ സൈൻ, അതുകൂടാതെ നമ്മൾ ലോഡ് അഡീഷൻ ചെയ്യണം, ലെസ് ദാൻ 70 kV ലോഡ് അഡീഷൻ ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇനിഷ്യൽ ഇൻസ്പെക്ഷൻസിനെല്ലാം AEI ആണ് വരാറ്, അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സാണ് വരാറുള്ളത്. അതുകൂടാതെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, ടെമ്പററി ഇൻസ്റ്റലേഷൻസ്, അതും സെയിം ഇതേപോലെ തന്നെ ഇമ്മി ഇൻസ്റ്റലേഷൻസ്, 63 kV താഴെയുള്ള ജനറേറ്റർ, പിന്നെ നിയോൺ സൈൻ, എക്സ്റേ സൈൻ, പിന്നെ ഹൈ റൈസ് ബിൽഡിംഗ് 63 kV താഴെയുള്ളത്, പിന്നെ മറ്റേ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ പെടുന്ന ഇലക്ട്രിക്കൽ ഷോപ്സ്, ഗോഡൗൺ, ട്രേഡിംഗ് പ്രമിസസിൽ, പിന്നെ സിനിമ തിയേറ്റേഴ്സിൻ്റെ AC ചെക്ക് ഇൻസ്പെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അതുകൂടാതെ ലൈൻ ക്ലിയറൻസ്, ഇപ്പോൾ നമ്മുടെ HD ലൈൻ ഏതെങ്കിലും ബിൽഡിങ്ങിൽ കൂടെ സൈഡിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്ന അതിൻ്റെ ക്ലിയറൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ എൻക്വയറീസ് അറ്റൻഡ് ചെയ്യാനുള്ള അൺഓതറൈസ്ഡ് വയറിങ് കംപ്ലയിൻറ്റ് എൻക്വയറീസും, പിന്നെ സോയിൽ റെസിസ്റ്റിവിറ്റി, LT ലൈൻസിൻ്റെ ചെക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്പെക്ഷൻസ് കൂടുതൽ AES ആയിരിക്കും വരാൻ പോകുന്നത്, അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഡെപ്യൂട്ടി ഈ പറഞ്ഞതിന് മുകളിലുള്ള കാര്യങ്ങളും ആണ് വരാറുള്ളത്. അതിൽ 125 kV ജനറേറ്റർ വരെയുള്ളതിൽ വരാറുണ്ട്. എക്സ്റേ, ലിഫ്റ്റ്, എസ്കലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. MV അഡീഷൻസ് 150 kV താഴെയുള്ള MV അഡീഷൻസ് വരാറുണ്ട്. പിന്നെ ST ഇൻസുലേഷൻ ലെസ് ദാൻ 250 kV, ജനറേറ്റർ ലെസ് ദാൻ 250 kV പീരിയോഡിക്കൽ ഉള്ള കേസാണ് പറയുന്നത്. ഇപ്പോൾ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻസ് ചില ചെയ്യുന്ന കേസാണ് പറയുന്നത്. ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സിൻ്റെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻസും 250 kV താഴെയുള്ള ST ഇൻസ്പെക്ഷൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പെടുന്നതിൽ ചെക്ക് ഇൻസ്പെക്ഷൻ ഫോളോ അപ്പിന് വേണ്ടിയൊക്കെ വരാറുണ്ട്. പിന്നെ സിനിമ തിയേറ്ററിൻ്റെയൊക്കെ ഡെപ്യൂട്ടി ആയിരിക്കും വരുന്നത്. ടെമ്പററി ആൻഡ് പെർമനൻറ്റ് സിനിമ തിയേറ്റേഴ്സ് എക്സെപ്റ്റ് AC സിനിമ തിയേറ്റേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ലൈൻ ക്ലിയറൻസിൻ്റെ 69 63 പറയുന്നതാണ്. അപ്പോൾ അത് വിശദമായിട്ട് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ലൈൻ ക്ലിയറൻസിനെ പറ്റി ഒരെണ്ണം ചെയ്യാം. പിന്നെ കേബിൾ TV ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇവരുടെ അപ്രൂവൽസ് വരുന്നുണ്ട്. പിന്നെ നോൺ ഫാറ്റലായിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഫയർ ആക്സിഡൻസിൽ എൻക്വയറീസിനെല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഡെപ്യൂട്ടീസ് ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് ഫെൻസ് എനർജൈസ് ചെയ്യുന്ന കേസുകളിലും ഡെപ്യൂട്ടി ആയിരിക്കും വരുന്നത്. അതുകൂടാതെ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടേഴ്സ് ചെക്ക് ചെയ്തതിൻ്റെ ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് വേണമെങ്കിൽ ഡെപ്യൂട്ടിക്കും വരാം, ചെക്ക് ചെയ്യാം. അതാണ് 10% ഓഫ് ദ ടോട്ടൽ ഇൻസ്പെക്ഷൻസ് ഓഫ് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ രണ്ടുപേരും വരുന്ന കേസുകൾ പലതും ഉണ്ട്. അത് ഈ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം, റാൻഡം ഇൻസ്പെക്ഷൻ ആ ഒരു ഇതിൽ പെടുത്താം. അപ്പോൾ ഇൻസ്പെക്ടറേറ്റിലുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് തന്നെ ഒരു ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ആദ്യം ഇപ്പോൾ കാണിക്കുന്നത് ഓഫീസ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എങ്ങനെയൊക്കെയാണ് അത് ഫർദർ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലായിടത്തേക്കും സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്. അതുകൂടാതെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡായിട്ടും ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഫോർ സിനിമ ഓപ്പറേറ്റേഴ്സായിട്ടും ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഓഡിറ്റ് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ടോട്ടലി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിലുള്ള ഒരു മെയിൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്, എന്നിട്ട് അതിൽ ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട്, ടെക്നിക്കൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്,
പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലറിക്കൽ പാർട്ടായിട്ടുള്ളതും വരുന്നുണ്ട്. പിന്നെ അതിലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഡിസ്ട്രിക്റ്റ് ഓഫീസ് എറണാകുളം ഹെഡഡ് ബൈ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ് ഓഫീസ് എറണാകുളം ഹെഡഡ് ബൈ സീനിയർ സൂപ്രണ്ടൻ്റ് ആണ്. നമ്മുടെ എറണാകുളത്തിൽ സീനിയർ സൂപ്രണ്ടൻ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ ഇത്രയും ജില്ലകളിലാണുള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലില്ല. 9 ജില്ലകളിലാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണ് കാണിക്കുന്നത്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, പിന്നെ മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ലബോറട്ടറി, ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഫോർ സിനിമ ഓപ്പറേറ്റേഴ്സ് ആ പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അവരുടെ താഴെ ടെക്നിക്കൽ വിങ്ങിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അതേപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് വേറെ വഴി വരുന്നുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് വിങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, ലോ ഓഫീസർ മുതലായവരുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഓവറോൾ സമ്മറി പറയാനാണെങ്കിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അവിടെ താഴെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കലുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസുണ്ട്, അതിൻ്റെ താഴെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഫർദർ ഡിവൈഡ് ചെയ്ത് പോയേക്കാണ്. ഈ എഴുതിയേക്കുന്നതിൻ്റെ ഫുൾ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. DI എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, DYEI എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, AEI എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, SEO അക്കൗണ്ട്സ് ഓഫീസർ, ADO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ലോ ഓഫീസറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, സീനിയർ സൂപ്രണ്ട്സ്, ജൂനിയർ സൂപ്രണ്ട്, അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊരു അറിവിന് വേണ്ടി വയ്ക്കാം, നമ്മുടെ അവിടെ എങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നതെന്നുള്ള അറിവിന് വേണ്ടി വയ്ക്കാൻ കാണിച്ചു എന്നുള്ളൂ. എല്ലാം കൊണ്ട് കൺഫ്യൂഷൻ ആവണേക്കാളും നല്ല ഇത് നോക്കിയാൽ മതി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് താഴെ ഡെപ്യൂട്ടീസ് ഉണ്ടാവും, ഡെപ്യൂട്ടീസിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ ഇവരുടെ ക്ലറിക്കൽ പാർട്ടിൽ ഹെഡ് ക്ലർക്ക്, UDC, LDC ഒക്കെ ഉണ്ടാവും. അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, പ്യൂൺസ് അങ്ങനെയുള്ള ഇതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓർഗനൈസേഷൻ, അങ്ങനെയാണ് ഇവരുടെ പണികൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.